സമയം നമുക്ക് തുടങ്ങിയാലോ? അല്ല ബിബിമോൻ ബിസ്ക്കറ്റ് ചായ മുക്കി കഴിക്കുക. ബിബിക്കുട്ടാ എന്നിട്ട് തുടങ്ങാം. ബിബിമോനെ, ബിബിമോനെ ഹാപ്പി ആണോടാ? ഹാപ്പിയാണോ? നീ മുക്കി തിന്നിട്ട് ഞാൻ ഹാപ്പിയാണോന്ന്? വെങ്കണ്ണൻ അവിടെ ഇരിപ്പുണ്ട് പുലി ഡ്രസ്സില്. ഹാപ്പിയാണോ? ഞാൻ ഹാപ്പി അല്ല. നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങായിരുന്നു. ചായ കുടിച്ച് തീർത്തെങ്കിൽ പ്രേക്ഷകരെ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇന്നത്തെ കോസ്റ്റ്യൂം എനിക്ക് എല്ലാവരുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമേ അത് പറയട്ടെ. എലീനയും സുന്ദരിയാണ്. എന്താ കേട്ടില്ല? അത് വേറെ സോങ് ആണല്ലോ. എന്താ കേട്ടില്ല? എന്താണ്? ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് അതിൽ സാരമൊന്നുമില്ല. ബിക്കോസ് എനിക്കറിയാം സെൽഫ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് സെൽഫ് കോൺഫിഡൻസ്. വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ തോന്നിയെങ്കിൽ തോന്നി, വിഷയമില്ലെന്ന്. ഇവിടെ എന്തോരം ആൾക്കാർ ജീവിക്കുന്നു. എന്നെ കാണുമ്പോൾ ഉള്ള ഇതൊക്കെ ഉള്ളു. എന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ മറക്കും. അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്നെ പറ്റി ചങ്കിക്കുത്തി. അതെ, എന്നെ മറക്കും, എന്നെ വെറുക്കും. എലീന ആരെ മറന്നാലും ഉണ്ടല്ലോ, എലീനെ ഞങ്ങൾ മറക്കില്ല അല്ലേ? മറക്കില്ല. അല്ല, ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറവി ഉള്ള ഒരാളാണോ ബിപിൻ ജോർജ്? മറവികളുടെ കേസ് പറയുമ്പോഴേ ശരിക്കും മറവി ഇല്ലെന്നാണ് ഇടക്ക് എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചതാണ്. എനിക്ക് തോന്നുന്നത് ഓർമ്മകളുടെ മോൾ ഓർമ്മകൾ, ഓർമ്മകളുടെ മേൽ ഓർമ്മകൾ, ഓർമ്മകളുടെ മേൽ ഓർമ്മകൾ, ഇതാണ് ശരിക്കും എന്ന് പറയുന്നത്. അതായത് മറവി എന്നുള്ള സാധനം ഇല്ല അത്രേ. നമ്മളുടെ എല്ലാ മെമ്മറി കാര്യങ്ങളും ഇപ്പൊ അടിയിലുണ്ടാവാം, കട്ടകെട്ട് പോലെ കട്ടകട്ട പോലെ. എന്നിട്ട് ഏതെങ്കിലും ഒരു മൊമെന്റ് ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മളത് റീകളക്ട് ചെയ്ത് വരും. വെയിറ്റ്, ഒരു സുഗന്ധം വരുമ്പോ നമ്മൾ റീകളക്ട് ചെയ്ത് വരും. ആ ബിസ്ക്കറ്റും ചായ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കും. അത് ബിസ്ക്കറ്റ് അല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ ഇങ്ങനെയാ നമ്മളുടെ ഓർമ്മകൾ പോകുന്നില്ല, മറവി വരില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇനി പറയേണ്ട എങ്ങനെയാണെന്നറിയോ? നമ്മൾ മറന്നുപോയെന്നല്ല പറയണ്ടേ. ഷോ, എന്റെ മറ്റേ സംഭവം ഞാൻ അടിയിലായി. ആ ഓർമ്മ അടിയിൽ പോയി. കറക്റ്റ്. അങ്ങനെ പറയണ ഇനി മുതല്. ആർട്ടിസ്റ്റുകൾക്കൊക്കെ ചിലപ്പോ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോ ചില കോള് വരുമ്പോ നമ്മൾ എന്തിലെങ്കിലും വേറൊരു കാര്യത്തിൽ നിൽക്കുമ്പോ ചിലപ്പോ അതൊരു വലിയ എന്താ പറയുന്ന ഒരു ടീമിന്റെ ഏതെങ്കിലും സിനിമയോ അല്ലെങ്കിൽ അതുപോലത്തെ വല്ല ഓഫറോ വല്ലോ ആയിരിക്കും. അത് കഴിഞ്ഞാണ് അറിയുന്നത് അത് നിങ്ങളെ വിളിച്ച് കിട്ടിയില്ല, അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ആ സിനിമ സൂപ്പർ ഹിറ്റും ആണെങ്കിൽ അതെന്നും ഓർത്ത് വിഷമിക്കൂലേ? അങ്ങനെ വന്നിട്ടുണ്ടോന്ന് അറിയൂല. ചിലര് അങ്ങനെ പടം ഉണ്ട് ഉണ്ടോ? അതാണ് ചേട്ടൻ വിട്ടുകളഞ്ഞ എടുക്കാൻ വിട്ടുകളഞ്ഞ പടമാണ് ബാഹുബലി. വേറെ ഏതെങ്കിലും ഒരു പടം പറഞ്ഞിരുന്ന എനിക്ക് സന്തോഷമായിരുന്നു. ചേട്ടനാണെങ്കിലോ? എനിക്ക് വന്നിട്ടുള്ളത് മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് മറവി. അല്ല, അല്ലാണ്ട് റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ഡേറ്റോ? 25-ാം വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ഓർത്ത് വെച്ചിരുന്നു. പക്ഷെ അത് ഞാൻ മറന്നു ആ സമയത്ത്. അതുകൊണ്ട് ഇപ്പം 30 വയസ്സ്. അതെ, പക്ഷെ ആ പെണ്ണിപ്പോഴും മറന്നിട്ടില്ല കേട്ടോ. പെണ്ണ് വെക്കട്ടെ, ആദ്യം വയസ്സ് കഴിക്കട്ടെ. എത്ര വയസ്സാണ് ഇപ്പൊ? എത്ര വയസ്സായി? അത് മറന്നുപോയി, വയസ്സ് മറന്നുപോയി. ഇനി അത് ഓർത്തെടുക്കണം. അതൊക്കെ ഇപ്പൊ എന്താ പരിപാടി? ഇപ്പൊ പരിപാടി മറവി ബാധിച്ച 2 ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, കേറി വരട്ടെ. നമസ്കാരം. ഞാൻ ഡോക്ടർ വിഘ്നേഷ് എന്നാണ് എന്റെ പേര്. ഇത് എന്റെ പേഷ്യന്റ് ആണ്. അതിലുപരി ഞാൻ വിവാഹം കഴിക്കാനിരിക്കുന്ന കുട്ടിയാണ്. മഞ്ജു എന്നാണ് പേര്. മഞ്ജു, ഇത് എലീന, പ്രശസ്ത ടി വി ചലച്ചിത്ര താരം എലീന പടിക്കൽ. അത്രയില്ല, കുറച്ച് തള്ളുണ്ട്. അല്ല, ഞാൻ പറയാം, ടിവിയില് കൊച്ചിന് മുതലേ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് വരും. സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടി. ഞങ്ങൾക്ക് പോലും ഓർമ്മയില്ല, പിന്നെ അതിനെങ്ങനെ ഓർമ്മ? ഹോസ്പിറ്റലിൽ വെച്ച് പിള്ളേർ കുട്ടികൾ ഫുഡ് കഴിക്കാൻ നമ്മൾ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ചക്കരമാവിന്റെ നിന്റെ കുറച്ച് മനസ്സിലായി. കുതിരപ്പുറത്തൊക്കെ പോയായിരുന്നു. ചക്കരമാവിന്റെ എത്തിയിട്ടും തൊട്ടില്ല, തൊട്ടിട്ടും എത്തില്ല, എത്താക്കുമ്പത്തെ തത്തപ്പന്നെ. അത് ബിപിൻ ജോർജ്. കട്ടപ്പനയിൽ അപ്പച്ചിടാ കാല് വെച്ചിട്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് നോക്കി. അത് ഞാൻ പറഞ്ഞുതരാം. കായംകുളം കൊച്ചിനി പറഞ്ഞാൽ കിട്ടും. പറയണ്ട, മലയാളികൾ. പേരെന്താ? മണിക്കുട്ടൻ. ഇതാണ് മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് എങ്ങും ഓടത്തില്ല. ഇത് മണിക്കുട്ടൻ. അയ്യോ, മണിക്കുട്ടൻ എനിക്ക് ഓർമ്മ വന്നു. മണിക്കുട്ടന്റെ ഒരു പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്.
എനിക്ക് ഓർമ്മയായി. എനിക്ക് പഴയതൊന്നും ഓർമ്മയില്ല. കാരണം ഞാൻ ഭയങ്കര റീൽസ് ഭ്രാന്തിയായിരുന്നെന്നാ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം റീൽസ് എടുത്ത് ഞാൻ ഏതോ ഒരു മലയുടെ മേളിൽ കയറിയിട്ട് റീൽസ് എടുത്തോണ്ട് നമ്മ കാല് വഴുതി ഞാൻ തലയടിച്ച് വീണ്. അപ്പൊ എനിക്ക് അന്ന് വരെയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഇപ്പൊ ഓരോ സ്ഥലത്ത് ഇതുപോലെ കൊണ്ടുവന്ന് ഓരോരുത്തരെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു. അവളിങ്ങനെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം ഞങ്ങളുടെ വിവാഹത്തിന്. ഇന്നലെ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്നലെ ഇവിടെ അല്ല എന്ന് പറഞ്ഞു. ഇന്നലെ സിനിമയില്ലേ? ഇന്നലെ മാത്രമല്ല, സിനിമയൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. ഇന്നലെ മാത്രമല്ല, എനിക്ക് നാളെ മറ്റന്നാൾ അടുത്ത വർഷം വരെ സിനിമയുണ്ട്. അതല്ല, ഇന്നലെ സിനിമയില്ലേ ജയറാം ശോഭന സുരേഷ് ഗോപി സിനിമയില്ലേ? ഇന്നലെ സിനിമയുടെ കാര്യം. അതിന്റെ സിനിമ. ഓക്കെ 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 ഓക്കെ. ആ സിനിമയിലെ അവസ്ഥയാണ്, ആ ജയറാമിന്റെ അവസ്ഥയാണ് എനിക്ക്. അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴറിഞ്ഞ. ആ സിനിമയിലെ ആരാ? ശോഭനയാണ്. ആ ശോഭനയായി ഇപ്പൊ ഞാൻ ജയറാമ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം. ഞങ്ങളുടെ വിവാഹം അനുഗ്രഹിക്കണം. ഞങ്ങൾ കല്യാണത്തിന് വരണം കേട്ടോ. കല്യാണത്തിന് വരണേ. എല്ലാരും വരണം. മഞ്ജു, രമേശ് ചേട്ടന്റെ ശബ്ദമല്ലേ അത്? നിനക്ക് ആരെയും അറിയത്തില്ല. നിനക്ക് ആരെയും അറിയില്ല. എല്ലാം നീ മറന്നു. അത് മാത്രം. മഞ്ജു, എന്നതാണ് ഒന്നാമത് മാറി മക്കളെ. എങ്ങോട്ട്? എടി നിന്റെ ചേട്ടൻ വന്നിരിക്കണ ഓട്ടോ വിളിച്ചോണ്ട് ഞാൻ മഞ്ജുവിന് വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് ഞാൻ. മഞ്ജുവിന് വിവാഹം കഴിക്കാൻ പോണ ആളല്ലേ? നിങ്ങൾ എന്റെ 2 മക്കളെ പറ്റ എന്റെ ഭാര്യയാണത്. ആ എന്തൊക്കെയാ രമേശ് ചേട്ടൻ? അല്ല, എന്തൊക്കെയാ പറയുന്നത്? അവർക്കറിയില്ല. എടി നിന്റെ ഭർത്താവ് രമേശ് ചേട്ടൻ നിനക്ക് അറിയില്ല? മാറിപ്പോയതായിരിക്കും അല്ലേ? അയ്യോ, എന്റെ ഓർമ്മയെല്ലാം പോയില്ല. എനിക്കറിയില്ല ആരാന്ന്. അറിയില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്കി. അവർക്ക് അറിയില്ല. സംഭവം എന്നറിയാമോ? ഞാൻ ഈ കരിപ്പൂര് തുണി കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് കരിപ്പൂര് തുണി കൊടുക്കാതെ പോയി. തുണി എടുക്കാതെ പോയെന്നല്ല, കരിപ്പൂര് എനിക്ക് ഇൻസ്റ്റാൾമെന്റ് കച്ചവടമാണ്. തുണി എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് സംഭവിച്ചാണ്. ഞാൻ തിരക്കി പറഞ്ഞത് ഇവക്ക് എന്തോ അൽസിയേഷൻസോ അങ്ങനെ എന്തോ ഒരു രോഗം. പട്ടിയാണ് ഞാനാ? നിങ്ങൾ പട്ടിയാണെന്നല്ല, പട്ടിയുടെ പേരാണ് അൽസിയേഷൻസ്. ഇപ്പൊ ജിമ്മി എന്ന് പറയുന്നത് പട്ടിയല്ലേ? പട്ടിയാണ്. ഉണ്ടല്ലോ, മനുഷ്യനും ഇല്ലേ? മനുഷ്യനുണ്ട്. അൽസിയേഷൻസ് പട്ടിയും കാണും, രോഗവും കാണും. അത് അവിടെ പരാമർശിക്കേണ്ട കാര്യമില്ല. എന്താണ് വേണ്ടെന്ന് ഞാൻ എന്റെ ഭാര്യയെ കൊണ്ടുപോകും. എന്റെ പൊന്നി ഏട്ടാ, ചേട്ടൻ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. മനുവിനെ സുനുവിനെ നീ ഓർക്കുന്നുണ്ടോ? മക്കളല്ലേ? മക്കള് ആരുടെ മക്കളാ? ചേട്ടന്റെ ആണോ? അറിയില്ല. അവക്കറിയാ. ഇതെന്നെ നൈസായിട്ട് ഒഴിവാക്കണം. എടി മനു സുനു നമ്മുടെ മക്കള്. അയ്യേ, നമ്മുടെ മക്കളാ? ഓർമ്മയില്ല. ബാലേന്ദ്രൻ നിന്റെ അച്ഛനെ ഓർമ്മയുണ്ടോ? അയ്യോ, എന്റെ അച്ഛനാന്ന് സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബാലേന്ദ്രന് ഓർമ്മയില്ല? ഇല്ല. കല്യാണി അമ്മ നിന്റെ അമ്മയെ ഓർമ്മയുണ്ടെന്ന്? കല്യാണി അമ്മ എന്റെ അമ്മയാണെന്നുള്ള കാര്യം എനിക്ക് ഒട്ടും ഓർമ്മയില്ല. ചിലപ്പോ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷെ അവർക്ക് അറിയില്ല. എന്നെ കുറിച്ചീർത്തി കഴിക്കണം. ഞാൻ പോയ സമയത്ത് പേഷ്യന്റ് ആണെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് സകലം ടൂർ സ്ഥലത്തും കൊണ്ടുപോകല. നീ ഡോക്ടറാണ്, വ്യാജ ഡോക്ടറല്ല. മനസ്സിലാക്കാൻ നിങ്ങളൊന്നും മനസ്സിലാക്കണ്ട. അവർക്ക് ഇന്നലെ വരെയുള്ള കാര്യം അറിയില്ല. പിന്നെ സംഭവം അറിയാമോ? ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ അറിയില്ല. എടി നിനക്ക് രമേശ് ചേട്ടൻ 2 മക്കൾ, അമ്മ, അച്ഛൻ, കുടുംബം. ഇത് പാരമ്പര്യമായിട്ടുള്ള അസുഖം. എനിക്കറിയാം. ഇത് ഇവക്ക് ഇത് ഉണ്ടാവും അറിയാം. ഇവിടെ അച്ഛൻ ഈ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ പെണ്ണ് കാണാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞു 50 പവന്റെ സ്വർണവും ഒരു മാരുതി കാറും തരുമെന്ന്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പറയണ് അങ്ങനെ ഞാൻ പറഞ്ഞു. അത് തോന്നലായിരിക്കും. നീ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിക്കൊണ്ടു പോയല്ലേ, ഇനിയിപ്പൊ നിനക്ക് ഞാൻ മാരുതി കാറും 50 ലക്ഷം തന്നെ. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്കൊണ്ട്. അമ്മ ഇത് തന്നെ പറഞ്ഞു. അമ്മയുടെ വീടിന്റെ അടുത്ത് 10 സെന്റ് സ്ഥലം ഓഹരി കിടപ്പുണ്ട്. അത് വേറെ ആർക്കും ഇല്ല, നിനക്ക് തരൂന്ന് പറഞ്ഞു. എനിക്ക് തന്നിട്ട് എവിടെ 4-ാം പക്കം വിരുന്നിനെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു. അതും മറന്നു. നിനക്ക് തോന്നിയതായിരിക്കും. പാരമ്പര്യമായിട്ട്. ചേട്ടൻ ഉദ്ദേശിച്ചത് വേറെ ഏതെങ്കിലും മഞ്ജുവിനെ ആയിരിക്കും. വേറെ ഏതെങ്കിലും മഞ്ജു അല്ല. മഞ്ജു ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല്ലടി. ഒന്നും നിങ്ങളൊന്നും മനസ്സിലാക്കൂ. നിനക്ക് ഇല്ലടാ. എന്റെ രമേശ് ചേട്ടാ, എനിക്ക് നിന്നെ വേണം. അയ്യോ, ഇതേ ഞാനൊരു കാര്യം പറഞ്ഞ കേക്ക്. ചേട്ടൻ ഇന്നലെ സിനിമ കണ്ടിട്ടുണ്ടോ? ഇന്നലെ സിനിമ കാണാൻ പറ്റും. ഞാൻ അപ്പൊ ടെൻഷൻ പിടിച്ച് നടക്കില്ല. അതല്ല, ഇന്നലെ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോന്ന്. പഴയത്. ഒരു പഴയ ഒരു സിനിമ ഉണ്ട്. അതിലെ സുരേഷ് ഗോപിനെ കണ്ടു പഠിക്കണം. എന്തിനു ഞാൻ സുരേഷ് ഗോപിനെ കണ്ടുപിടിക്കണം? എന്തിനു ഞാൻ സുരേഷ് ഗോപിനെ കണ്ടുപിടിക്കണം? ഈ സുരേഷ് ഗോപി ക്ലൈമാക്സിൽ സ്വന്തം ഭാര്യ ശോഭനനെ അന്വേഷിച്ച് വരും. അപ്പൊ ഈ ശോഭന ജയറാമിനെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുക. അപ്പൊ സുരേഷ് ഗോപി എന്താ ചെയ്തത്? ചേട്ടൻ ഇവിടെ കിടന്ന് ഷോ കാണിക്കുന്ന പോലെ ഒന്നും സുരേഷ് ഗോപി ഷോ കാണിച്ചില്ല. നല്ല സന്തോഷത്തോടെ, ഉദാര മനസ്കതയോടെ, സ്നേഹത്തോടെ സ്വന്തം ഭാര്യ ശോഭനേനെ ജയറാമിന്റെ കയ്യിലോട്ട് അങ്ങ് വെച്ചു കൊടുത്തിട്ട് ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോയി. ആ പോക്ക് പോയിട്ട് എവിടെ പോയാ നിന്നെന്നറിയോ? അങ്ങ് തൃശ്ശൂര്. അവിടെ പോയി നിന്ന്
അന്തസ്സായിട്ട് ഇലക്ഷനിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ച് ദേ ഇപ്പൊ MP ആയി കേന്ദ്രമന്ത്രി വരെയായി. അങ്ങനെയാണ് ആണുങ്ങൾ. ചെല്ല് നല്ല സന്തോഷത്തോടെ പോവാന്നൊക്കെ അയാൾ അങ്ങനെ സന്തോഷത്തോടെ ചെയ്തത്. അപ്പൊ അവക്ക് ഇന്നലെ സുരേഷ് ഗോപിനെ അറിയാം, ജയറാമിനെ അറിയാം, ശോഭനെ അറിയാം. അവിടെ 12 വർഷം ജീവിച്ച രമേശിനെ അറിഞ്ഞുകൂടാ. അപ്പൊ ഇതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഡോക്ടർ നീ എന്റെ മഞ്ജുവിനെ അങ്ങ് എടുത്തോ, എനിക്ക് വേണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇതിൽ നല്ലൊരു ഡോക്ടറെ കാണുമ്പം ഈ അൽസിമേഷ്യസ് വീണ്ടും അവക്ക് ഉണ്ടാകും. അന്നേരം ഈ സുരേഷ് ഗോപി നടക്കൂലേ, അതുപോലെ നിനക്ക് ഇങ്ങനെ നടക്കാം. നീയൊക്കെ കൊണ്ട് അനുഭവിക്കൂടാ. പുള്ളിയെ പറ്റിച്ച് നൈസായിട്ട് അങ്ങ് 3G. തേച്ച്. പോട്ടെ. ശരി പറഞ്ഞ കല്യാണത്തിന് രമേശ് ചേട്ടൻ അങ്ങോട്ടല്ലേ പോയി, നമുക്ക് ഇങ്ങോട്ട് പോകാം. അച്ഛാ പ്രസാദ്. അയ്യോ മൂടിക്കളഞ്ഞു. ഞാൻ എങ്ങനെ അച്ഛന്റെ മൂട് കളഞ്ഞേ? നിന്നോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിനകത്ത് പ്രസാദ് എന്ന പേര് ഉച്ചരിക്കരുതെന്ന്. അതിന് ഞാൻ പ്രസാദ് എന്നല്ല പറഞ്ഞേ, പ്രസാദോന്നാ. എന്നാലേ അതിനകത്തും പ്രസാദ് എന്ന വാക്കുണ്ട്. ഒന്ന് നിർത്താവോ? ഓ രാവിലെ തന്നെ വിവാഹ വാർഷികമായിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്ന കൊച്ചിനോടാണ് നിങ്ങൾ തട്ടിക്കയറുന്ന. നിങ്ങൾക്ക് എന്തിന്റെ കരുതിയ മോളെ പ്രസാദം തേടി? ഇന്ന് അമ്മേ പ്രസാദം. അയ്യോ പ്രസാദമല്ല, നിന്റെ കെട്ടിയോ പ്രസാദ് എന്തേന്ന്. ആ ചേട്ടൻ ഇന്നലെ വീഡിയോ കോളൊക്കെ ചെയ്തായിരുന്നു. അച്ഛാ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. അച്ഛൻ ഞങ്ങളൊന്ന് അനുഗ്രഹിച്ചേ. ശരി, ആയുരാരോഗ്യ സൗഖ്യത്തോടെ എന്റെ മോൾ ദീർഘകാലം വാഴട്ടെ. അപ്പൊ എന്റെ ചേട്ടനോ? അവൻ തൊലഞ്ഞോട്ടെ. അച്ഛാ നീ ഒന്നും കാര്യാക്കണ്ട, അകത്തേന്ന് വല്ല എടുത്ത് കഴിക്കാൻ നോക്ക്. നേഴ്സിങ്ങിന് പഠിക്കാൻ പറ്റാ വലിയ ജോലി ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവൾ അവിടെ ചെന്ന് ഒരുത്തനെ പ്രേമിച്ച് കെട്ടി. എന്നിട്ട് രണ്ടും കൂടെ ഇവിടെ വന്ന് താമസിക്കുന്നത് പോട്ടെ, ഞാൻ ക്ഷമിച്ചു. പക്ഷെ എന്തെങ്കിലും ഒരു ജോലിക്ക് അവൻ ഇറങ്ങിപ്പോണ്ടേ. അവനൊരാണല്ലേടി. നിങ്ങളൊരാണല്ലേ, നിങ്ങൾക്കൊരു ജോലിക്ക് പോയാൽ എന്താ? അത് പിന്നെ ഒരു വീട്ടിൽ 2 ആണുങ്ങളിൽ ആരെങ്കിലും ഒരുത്തം പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം അതിന് വിഷമാവില്ലേടി. അയ്യടാ, മക്കളെ കണ്ട് വെറുതെ തിന്നാൻ നിക്കല്ലേ. മനുഷ്യ സമ്പത്ത് കാലത്ത് തൈ 10 വെച്ച ആപത്ത് കാലത്ത് കാപത്ത് തിന്ന. ഒരു തൈയല്ലേ ഞാൻ വെച്ചോളൂ, ബാക്കി 9 വെക്കാൻ നീ സമ്മതിച്ചില്ലല്ലോ. ഈ ഒരു തൈ നട്ടുനനച്ച് വളർത്തിയൊരു പാടേ എനിക്കറിയാം. അപ്പോഴാണ് അയാൾക്ക് 9 തൈ വെക്കുന്നതിന്റെ ദണ്ണം. ഇനി ഇവിടെ നിന്ന് വ്യായാമം ചെയ്താൽ ശരിയാവില്ല. ഓ എന്നിട്ട് എന്തിനാ? അത് കഴിഞ്ഞേ പ്രഭാത ഭക്ഷണം കഴിക്കണം, ഒന്ന് ഉറങ്ങണം. എന്റെ ഭാര്യ വീടൊക്കെ തന്നെ എന്റെ അമ്മാവ് എന്നെ കണ്ട വെട്ടും. ഒന്നും നിന്റെ ഭാര്യ അച്ഛനില്ല, അങ്ങനെ പാവ നീ ഇങ്ങോട്ട് കയറി വാ. എടാ ഞാൻ പറയാതെ പോയതല്ലേ, അതിന്റെ ഒരു വിഷമം കാണുമെന്ന്. ഇന്നലെ പോയിട്ട് ഇന്നിപ്പോ വന്നു, അതിന് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ഇന്നലെ അല്ല, നീ എന്നാ കഴിഞ്ഞ ആഴ്ച പിന്നെന്ന് കഴിഞ്ഞ മാസം 2-ാം തീയതി. എടാ എന്നാലും വിവാഹ വാർഷികമായിട്ട് അവക്ക് ഞാൻ നല്ല കേക്ക് വാങ്ങിച്ചോണ്ടല്ലടാ വന്നത്. എടാ വിവാഹ വാർഷികമായിട്ട് 250 കുണുവേരെ കേക്കാണ് കൊടുക്കുന്നത്. ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ലേ? എന്നെ കൊണ്ട് പറ്റണല്ലേ വാങ്ങിക്കാൻ പറ്റും. എന്റെ പൈസക്ക് പറ്റുന്ന സാധനം ഞാൻ വാങ്ങിച്ചു. ചാളിയ അത് തെറ്റങ്ങനെ ചെയ്യരുത്. എടാ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ ജീവിതം ഷെയർ ചെയ്യേണ്ട ആളാണ്. അപ്പൊ അവരുടെ ഈ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ നല്ല ഗിഫ്റ്റുകൾ കൊടുക്കണം, എന്നാലൊരു സ്നേഹം നിലനിൽക്കുള്ളൂ. അത് ശരിയന്നെ, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന സാധനം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അല്ല ഞാൻ തിരികെ എന്റെ ആളിയ ഒന്നാതെ നീ 1 മാസം കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത്. വരുമ്പോ തന്നെ അവരെ മൂട് കളയല്ലേ. ഒരു കാര്യം ചെയ്യാം, കഴിഞ്ഞ എന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്റെ ഭാര്യ വീട്ടിൽ മേടിച്ചെന്നതാ ഡയമണ്ട് വെച്ച് മോതിരം 1.5 ലക്ഷം രൂപ. എത്ര ലക്ഷം? 1.5 ലക്ഷം. ഇതെന്തിനാ പോണത്? ഇടാ ഇത് നീ അവക്ക് കൊടു. കൊടഞ്ഞ് എന്റെ പൊന്നളി, ഇത് അവക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ ഞാൻ നിനക്കെങ്ങനെ തരും? അത് വേണ്ട, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നീ തിരിച്ചു തന്നാ മതി. ഒരാഴ്ച കഴിഞ്ഞു അവളെ നീ സാധനം ഞാൻ എടുത്ത് നിനക്ക് തരണമെന്ന്. പിന്നെ അവളെ അരഞ്ഞാണം വരെ ഊരി വിറ്റ മോനാണ്, ഒരു മോതിരം എടുക്കാൻ പാട്. അല്ല അങ്ങനെ ചെയ്. അത് ശരി തന്നെ, എന്നാലും കൊടുക്കല്ലേ. എന്റെ കൂട്ടുകാരൻ അവന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇങ്ങനെ വിഷമിക്കണ കാണാൻ എനിക്ക് പറ്റൂല. മനസ്സിലായോ? കൊടുക്കാം. എന്റെ ഐഡിയ ആണ്. ഓക്കെ, ഇങ്ങനെ കൊടുത്താ ചിത്രേ. അത് കാണാൻ അങ്ങനെ കൊടുക്കരുത്. പിന്നെ ഇത് നമ്മള് അവരുടെ സ്നേഹത്തോടു കൂടി ഡ്രാമാറ്റിക് ആയിട്ട്, കുറച്ച് സിനിമാറ്റിക് ആയിട്ട്, റൊമാൻറ്റിക് ആയിട്ടാണ് കൊടുക്കാനുള്ളത്. എനിക്കത് വരൂലടാ. അത് ഞാൻ പറയും. ഇപ്പൊ നീ നല്ല കേക്ക് മേടിച്ചില്ലേ? കേക്ക് മേടിച്ച കാര്യമായി. ഈ കേക്ക് നമ്മളിങ്ങനെ എടുക്കുന്നു. ഈ പീസിനകത്തേക്ക് ഈ മോതിരം ഇങ്ങനെ ഇറങ്ങി. എന്റെ കേക്ക് ചീത്തയാവൂലടാ. 1.5 ലക്ഷം രൂപയുടെ മോതിരമാണ് ഇത്. 250 രൂപയുടെ കേക്കാണ്. ഈ മോതിരം ഇങ്ങനെ ഇറക്കി വെച്ച് അവ കൊടുക്കുന്നു.
കൊടുത്തതിന് ശേഷം അവള് തിന്നുമല്ലോ. തിന്നുമ്പോ ഈ മോതിരം ഇങ്ങനെ വാക്കി അകത്ത് കൊടുക്കും. ഉണ്ടാക്കി പോലേ ഉണ്ടാക്കി പോവില്ല, അവള് കടിക്കും. ഊരിങ്ങനെ എടുക്കും. എന്താ ചേട്ടാ ഇത്? അപ്പൊ നീ വരണം, ഹൈ ഡിയർ, ദിസ് ഈസ് മൈ വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ് ഗിഫ്റ്റ്. ഇത് എന്റെ കാണാൻ കിട്ടണമായിരുന്നു. എന്റെ ഭാര്യ അതല്ല, എന്റെ ഭാര്യയുടെ അടുത്ത് ആവണമായിരുന്നു. ഞാൻ അവളെ സ്നേഹിച്ച് നശിപ്പിക്കുമായിരുന്നു. ഞാനും സ്നേഹിച്ച് നശിപ്പിക്കും. അപ്പൊ അവളെ വിളി, ഞാൻ മോതി ഇറക്കി വെക്കുവാണേ. എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ഞാൻ വിളിക്കട്ടെ. വിളി. ചിത്രേ, വേണ്ട, എന്നോട് മിണ്ടണ്ട. ആണ്ട്രാ പിടക്കമുണ്ട്. പിണക്കമാണെങ്കിൽ അങ്ങോട്ട് ഇണക്ക്. അതെങ്ങനെ? ലവ് വിത്ത് സോങ്. എന്നോടിണക്കമാണു അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ പുഴുപടി തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലിലെ ഇനി പൊക്കിയെടുത്ത് കറക്ക്. ചിത്രേ, ചിത്രേ, എന്താ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ കൊടുക്കാൻ? എന്താ പട്ടിക്കല്ലേ കഷ്ടം കൊടുക്കണം. എടാ ഒന്ന് ലവോളായിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടു. ഇരുന്ന് കൊടു. ഇത് പറയണ്ടേ ഇത്? അയ്യോ, ക്രീം കേക്ക്. എന്റെ ദൈവമേ, ഒരു കഷ്ണം കേക്ക് തിന്നാനാണ് എന്റെ കെട്ടിയാലും നിങ്ങൾ കൊല്ലാൻ നോക്കുന്നത്. അങ്ങനത്തെ കേക്കല്ല. ഇത് ഒരുപാട് ലക്ഷങ്ങൾ വിലയുള്ള കേക്കാണ്. ലക്ഷങ്ങൾ വിലയുള്ള കേക്കാ. ഈ കാക്കിന്റെ വില എനിക്കറിയാം, 15 രൂപ. അതല്ലെന്ന്, ഇത് അവൾ അവക്ക് സ്നേഹത്തോടെ കൊടുത്ത കേക്കാണല്ലോ. ഈ സ്നേഹത്തിന് ലക്ഷങ്ങളെ വില ഉണ്ടെന്നല്ലേ പറയാറ്. ആ ലക്ഷത്തിന്റെ വില അത് മാത്രമല്ല, അതിനകത്ത് അവന്റെ ഒരു പറയല്ലേ. അതെന്റെ മോതിരമാണ്. നിന്റെ അമ്മായിയപ്പന്റെ ശ്വാസകോശത്തിൽ കുടുങ്ങി അങ്ങനെ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ അകത്താ. മകനെ അനുഗ്രഹിക്കണം. വിളിക്കുന്ന കേട്ടില്ല. വാടാ ഇങ്ങോട്ട്. ഈ കേക്കിനകത്ത് നീ എന്തോന്നാ വെച്ചിരുന്നത്? എന്നെ പറ്റിക്കാൻ ഇതിനകത്ത് ചെറുപ്പഴം ഉണ്ടായിരുന്നല്ലേടാ. നാണ്ട തൊണ്ടയിരിക്കണം. ഇപ്പോഴാണ് ഇതെന്ത് ചെയ്യും? സത്യം പറഞ്ഞ നിന്നെ കാണുമ്പോ 2 പൊട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കും. അതെ, ഒരെണ്ണം പൊട്ടിക്കേണ്ട കുറവുണ്ട്. കാരണം ഇവര് ടൈമിംഗ് ഇല്ല. ഒന്ന് പൊട്ടിച്ചേ പറ്റുമോ അമ്മ? അവനല്ലേടാ നിന്ന. അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കണത് നീ ഒറ്റ ഓർത്തനാണ്. മാമി ഇങ്ങോട്ട് ഒരു കാര്യം പറയാണ്ട്. എന്നെയാണ് തല്ലിയത്. മാമന്റെ വയറിന്ന് മാമി ഒരു സാധനം എടുത്ത് തരണം. അയ്യോടാ, നിനക്കൊക്കെ എങ്ങനെ തോന്നിയോടെ ഇതൊക്കെ പറയാനായിട്ട്? അതെ, ഞങ്ങള് കാര്യം വെച്ചിട്ട് ഗതികേടിലാണെങ്കിലും കിഡ്നി വിറ്റ് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. അയ്യോ, എന്നാലും നിങ്ങൾക്ക് എന്നോട് പറയാൻ തോന്നിയല്ലേ മക്കളെ? ഈ ഓ പോസിറ്റീവ് കിഡ്നിക്ക് എന്നാ വിലയുണ്ടടാ? ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ 1.5 ലക്ഷം രൂപ വരും. അയ്യേ, 1.5 ലക്ഷം രൂപയോ? ഒരു 5 ലക്ഷം കിട്ടിയ 2 ഞാൻ സെറ്റ് ചെയ്യാം. എന്റെ മാമന്റെ അടുത്ത് സൂക്ഷിച്ചോളാൻ പറയണേ. ഇല്ലെങ്കിൽ നല്ല വില കിട്ടും പറഞ്ഞാൽ അതിൽ പീസാണ് ഈ പെണ്ണുമുള്ള വിൽക്കും. അയ്യോ, ഞാൻ എന്തിനു ചെയ്യും ഇനിയിപ്പോ? എന്തോ അല്ല, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചേട്ടൻ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തന്നോ? എന്റെ അച്ഛന്റെ വയറ്റിൽ കിടപ്പുണ്ട്. എന്താ പറഞ്ഞേ? അല്ല, എന്റെ അച്ഛന്റെ അല്ല, ഇപ്പൊ എന്താ പറഞ്ഞ എന്നോട്? അച്ഛൻ, എന്റെ അച്ഛന്റെ അതായത് നിനക്ക് നേരത്തെ എന്താ കേക്കില്ലായിരുന്ന? അതിൽ ഇവൻ ഗിഫ്റ്റ് മേടിക്കാത്തോണ്ട് എന്റെ ഭാര്യയുടെ 1.5 ലക്ഷം വിലയുള്ള ഡയമണ്ട് മോതിരം കേക്കിനകത്ത് ഇറക്കി വെച്ച്. ആ കേക്കാണ് നിന്റെ അച്ഛൻ മാറി വിഴുങ്ങിയത്. 1.5 ലക്ഷം രൂപ മോതിരം നിന്റെ അച്ഛന്റെ വയറിനകത്തുണ്ട്. 1.5 ലക്ഷം. വെള്ളം ഓടുന്ന ഇതൊക്കെ അങ്ങ് അകത്ത് വെച്ചായിക്കൂടെ? നീ ഇതെവിടെ തള്ളിപ്പിടിച്ച് കയറി പോണ്? അവർക്ക് വെള്ളം കൊടുക്കാൻ പോണം. അയ്യോ, അവർക്ക് വെള്ളം അവര് തന്നെ എടുത്തു കൊടുക്കും. അതല്ല, അവരോട് ഒറ്റയ്ക്ക് പറ്റില്ല. ഞാനും കൂടെ വിചാരിച്ചാലേ നടക്കുള്ളൂ.
എന്താ അവിടെ പ്രശ്നം? അവിടെ മാറിയിക്കേ, നോക്കട്ടെ. എന്താ എന്താ മോളെ? എന്താടി? അച്ഛാ വയറ്റിലുണ്ടച്ചാ. മണിയെ കാർത്തിക പൊൻകണിയെ കാരോ തളിരോ ആരാരോ കന്നി കനിയേ കണ്ണിൻ കേട്ടാ ഈ ഒരു അമ്മുമ്മയാകാൻ പോകുന്നടി. നാണം കെട്ടല്ലേ തൈ അടിക്കാൻ മറന്നുപോയതാ. അയ്യോ അതല്ല എടി, ഇവളൊരു അമ്മയാകുന്നു, ഞാനൊരു അപ്പൂപ്പനാകുന്നു, നീ ഒരു അമ്മമ്മയാകുന്നു. എന്റെ മരുമോനെ, നീ ഒരു അച്ഛനാവാൻ പോകുന്നടാ. എടി തട്ടപ്പുറത്തുനിന്ന് തൊട്ടിലിറക്കടി. പിന്നൊരു കാര്യം, കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മോതിരം ഞാൻ തന്നെ കൊടുക്കും. കൊച്ചു ജനിക്കാതെ തന്നെ പിതുക്കി ഞാൻ എടുക്കും അതിന്. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കുറച്ച് ഊറഞ്ചും ഊപ്പിളും മാറ്റോണ്ട് വരാം. അമ്മ ഊറഞ്ചും ഊപ്പിളിന്റെയും കൂടെ ഒരു പടല പാളയെന്നോടെ പഴം കൂടി വാങ്ങിക്കണം. അതെന്തിന്? മാമന് തിന്നെ പോണ വഴിക്ക് ഈ പഴം മാമൻ തിന്നുമല്ലോ. എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഓടി ഇങ്ങോട്ട് തന്നെ വരണം. വഴിയിലൊന്നും ഇറങ്ങല്ലേ, സൂക്ഷിച്ച് പോണം കേട്ടോ. 1.5 ലക്ഷം മുതൽ മക്കളെ എടി അമ്മയ്ക്ക് സന്തോഷായടി. അമ്മ എന്തോ നീ കിടന്ന് പറയുന്നേ? ഇങ്ങനെ കിടന്ന് തുള്ളല്ലേ പെണ്ണെ, വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് കേടാ. എന്റെ അമ്മ എന്റെ വയറ്റിലൊന്നും ഇല്ല അതിന്. പിന്നെ ഇപ്പൊ വയറ്റിലോട്ടെന്ന് പറഞ്ഞതാ? അയ്യോ അത് എന്റെ വയറ്റിലുണ്ടെന്നല്ല, പിന്നെ അച്ഛന്റെ വയറ്റിലുണ്ടെന്ന്. അയ്യാ അതല്ല, അതായത് ഇവൾ നേരത്തെ ഒരു കേക്ക് മേടിച്ചോണ്ട് വന്നില്ലേ, ആ കേക്കിനകത്ത് എന്റെ ഒരു 1.5 ലക്ഷം വിലയുള്ള മോതിരം വെച്ച് കൊടുത്ത് അതാണ് അച്ഛൻ തിന്നത്. അച്ഛന്റെ വയറിനകത്ത് ഇപ്പൊ 1.5 ലക്ഷം മോതിരം കിടക്കാണ്. 1.5 ലക്ഷം. എനിക്കറിയാൻ വരുമോ? അമ്മേ ഊറഞ്ച ഊപ്പിള് റെഡി. അയ്യോ എന്റെ ഭാര്യക്ക് എന്തോ പറ്റി? അയ്യോ ഭാനുമതി, എന്തോ ചെടി നിനക്ക്? ഭാനുമതി, ഭാനുമതി പൊങ്ങടി പൊങ്ങ്. ചേട്ടാ വയറ്റിലുണ്ട് ചേട്ടാ. നിനക്കും ഈ കൊച്ചു കേരളത്തിൽ എന്തിനൊക്കെയാണ് നടക്കുന്നത്? ദൈവമേ, ഈ അവസാന കാലത്ത് ഞാൻ പവിത്രത്തിലെ തിലകനാവും. ഭാനുമതി, ഇടി ഒരു തൊട്ടിലല്ലേ ഉള്ളൂ, 2 കുഞ്ഞുങ്ങൾ എങ്ങനെ കടത്തോടി? എന്റെ മനുഷ്യ എന്റെ വയറ്റിലല്ല, നിങ്ങൾക്ക് വയറ്റിലുണ്ടെന്ന്. എന്റെ വയറ്റില? അതൊരിക്കലും നടക്കില്ല, ഇമ്പോസിബിൾ. എടാ പെണ്ണുങ്ങൾക്കല്ലേ വയറ്റിലുണ്ടാവൂ, ആണുങ്ങൾക്ക് എങ്ങനെ വയറ്റിലുണ്ടാവും? ആ വയറ്റിലല്ല, നേരത്തെ മാമന് തന്ന കേക്കില്ലേ, ആ കേക്കിനകത്ത് 1.5 ലക്ഷം രൂപയുടെ മോതിരം ഉണ്ടായിരുന്നു. അതാണ് മാമ എടുത്ത് വിഴുങ്ങിയത്. ഇപ്പൊ ആ മോതിരം മാമന്റെ വയറ്റിലുണ്ട്. എടാ എടാ, എന്റെ വയറ്റിനകത്തെ ഒക്കോ പുഴു ആ മോതിരം എടുത്ത് റിംഗ് എക്സ്ചേഞ്ച് നടത്തുന്നതിന് മുമ്പ് എന്നെ അങ്ങോട്ടെങ്കിലും കൊണ്ടുപോടാ. എന്തിനു ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, എന്റെ ഒരു സുഹൃത്തുണ്ട് മൃഗ ഡോക്ടർ, അവനാണെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഇടിച്ച് വേണ്ട. വേറെ ഐഡിയ ഉണ്ട്, നമുക്ക് ഫയർഫോഴ്സിനെ വിളിക്കാം. അവരുടെ നീനുള്ള ഓസ് ഉണ്ടല്ലോ, ഈ വെള്ളം മാമന്റെ വാക്കത്തോടെ അടിച്ചിട്ടത്. അയ്യോ ഈ മനുഷ്യനെ ആദ്യം പിടിപ്പിക്കാതെ വേഗം ആംബുലൻസ് വിളിച്ച് ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രി കൊണ്ടുപോകുമ്പോഴേ എന്നെ പ്രസവാശുപത്രി തന്നെ കൊണ്ടുപോകണടാ. എന്റെ വയറിലൊരു സിസേറിയൻ നടത്തി എന്റെ വയറിനുള്ളിൽ കിടക്കുന്ന 1.5 ലക്ഷത്തിന്റെ മോതിര കുഞ്ഞിനെ ഒന്ന് താലോലിക്കാനാ. പ്ലാസ്റ്റിക് എന്തൊരു മനോഹരം അല്ലേ, രാവിലെ ഭംഗി. ഇതെന്താണ് ആങ്കറിൽ നിർത്തി ആക്രി പരിപാടി തുടങ്ങിയ? കളിയാക്കണ്ട. നിങ്ങൾക്ക് ചിലപ്പോ ഇത് പാട്ടയായിരിക്കാം, ആക്രിയായിരിക്കാം, പക്ഷെ എനിക്ക് ഇത് ദൈവത്തിന് തുല്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്. കേട്ടിട്ടില്ല? നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് പറയുന്നവരെ ശബ്ദം കേൾക്കും കേട്ടിട്ടില്ല? അതെന്താണെന്നറിയോ? ഇപ്പൊ അടുത്ത സാധനം എന്നാ വരാൻ പോണെന്നറിയോ? അരിമ്പാറയെന്ന് സംഗീതം വരുമെന്നുള്ള കോമഡി കിട്ടാൻ വേണ്ടി പറയുന്ന സാധനല്ലേ? ആ വഴി പോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയും കുറച്ച് ഒരു ലോഡ് ഞാൻ റോഡിൽ കൂടെ നടന്ന് പാട്ട ബക്കറ്റ് പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ചോദിച്ച് എത്ര സെറ്റ് സാധനങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നതെന്ന് അറിയോ? വൈകുന്നേരത്തേക്ക് ആരൊക്കെയുള്ള പൈസ ഉണ്ടാകും? അല്ല, ഇതിപ്പോ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യും, പക്ഷെ ഇതെല്ലാം വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട, എന്തോ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പണിയാണ്. അല്ല, ഇത് വളരെ കോൺഫിഡന്റ് ആയിട്ടാ വന്നേക്കുന്നത്. ഇത് 100% ഞാൻ പറയാണ്, നിങ്ങളെ ഞെട്ടിക്കും.
താൻ ഈ ആക്രിയായിട്ട് വന്നാൽ ഞങ്ങൾ ഞെട്ടിയില്ല. കാരണം സ്വാഭാവികം. ഒരു മിനിറ്റ് ഇതിപ്പോ ഞങ്ങള് സെറ്റ് ചെയ്യും. സെറ്റ് കഴിഞ്ഞ് അടിച്ച് കേറി വരുന്ന നിങ്ങൾ കണ്ടോ? ആ എങ്കിൽ അടിച്ചു കയറി വാ. Presenting before you the top bencher. എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന ദി ടോപ്പ് ബെഞ്ചസ്? അയച്ചോ, ഇത് ഭയങ്കരമായി പോയത്. ഇവരുടെ പേരും കൂടെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. Presenting before you മാധവ്. അടുത്ത കിടിലം presenting before you ഉദയ്. മണിക്കുട്ടൻ കൊട്ട് ഒരു കാര്യമില്ലാത്ത കൊട്ടായോണ്ടാ താളം പോയത്. മോനെ എവിടെ വീട് എവിടെയാ? നമ്മള് ട്രിവാൻഡ്രത്ത് നിന്ന് ചിറയൻകീഴ് കോളിച്ചിറ എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇത് ഇവർക്ക് ചെറിയ പോര് ഇത് ട്രിവാൻഡ്രത്തുകാരെ കുറിച്ച് പറയാം. കഴിവുള്ള കുട്ടികൾ, പക്ഷെ ജോലിക്ക് ഇവിടെ തന്നെ പറഞ്ഞല്ലോ. പക്ഷെ സംഗീതം നമ്മൾ മനസ്സ് വെച്ചാൽ ഏതൊരു ചെറിയ സാധനത്തിൽ നിന്ന് വരെ ഉണ്ടാക്കാം എന്ന് പറയുന്ന അതിവിടെ അന്വർത്ഥമാക്കി നിങ്ങൾ കാണിച്ചു. അതിനൊരു സ്പെഷ്യൽ. അല്ല, നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളാണോ അതോ ഫ്രണ്ട്സ് ആണോ? കസിൻസ് ആണ്. കസിൻസ് ആണ്. അത് ശരി. അപ്പൊ നിങ്ങള് എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? എങ്ങനെയാ സംഭവം? നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിലാണ്. അപ്പോ ഒരു 5 വർഷം മുമ്പ് രണ്ടുപേരും കൂടെ വീട്ടിൽ ഫ്രണ്ട് ഇരുന്ന് കൊട്ടി തുടങ്ങിയതാണ്. അല്ല, ഇതിനകത്ത് വളരെ ശ്രദ്ധിച്ചപ്പോ ഈ ടോണൊക്കെ പല പല ടോൺസ് ആണല്ലോ. ഇത് നിങ്ങൾ ഇതിനൊരു ബേസ് ഉണ്ടാവത്തില്ലേ? നമുക്ക് താളം പഠിക്കൽ അങ്ങനെ, അല്ലെങ്കിൽ ഡ്രംസ് പഠിക്കൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പഠിക്കുന്നത് കുറച്ച് നാൾ പോയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഇതിൽ ഈ ബക്കറ്റിൽ ഒരു 3 സൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏത് ബക്കറ്റിലാണെങ്കിലും അതിന്റെ ഒരു എഡ്ജ് പോർഷനും സെന്റർ പോർഷനും ഒരു സ്ലാപ്പ് ചെയ്യാനൊക്കെ നമുക്കൊരു 3 സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഈ ബക്കറ്റിന്റെ ഹൈറ്റ് കൂട്ടണതും ബക്കറ്റിന്റെ വിഡ്ത്ത് വെച്ചും പല പല സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത ഇത്രയും സൗണ്ട്സ് എല്ലാം ഉണ്ട്. മോനെ, നീ സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഡെസ്ക് വിടാറില്ല? ഡെസ്കിലൊക്കെ കൊട്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ അങ്ങനെ കൊട്ടാനുള്ള ഒരു ടെൻഡൻസി വന്ന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങള്? അവിടെ നിന്നാണ് കയറി അടിച്ചു കയറി വന്ന മനസ്സിലായില്ലേ? ഒരു വെറൈറ്റി നാടൻ ട്യൂൺ. വൈബ് സെറ്റ് ആണ്. ഇത് മണിക്കൂട്ടിന് വേണ്ടി പ്ലീസ്. കുട്ടന് കുട്ടന് കണ്ടോ? ഉണ്ട് കുട്ടന് 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 കണ്ടോ? വന്നിട്ടാണ് കുട്ടന് 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 കട്ടന് എത്താക എത്താക തന തന എത്താക 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 ഒളിച്ചടക്കി. അത് കൊള്ളായിരുന്നു. നിങ്ങൾ ഡ്രംസ് പഠിച്ചിട്ടുണ്ടോ? ബേസിക്സ് ആയിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മളെ അജയൻ ഡ്രംസ് എന്ന് പറഞ്ഞൊരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഇത്രയും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ നിങ്ങളിൽ ഡ്രംസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും? പൊളിച്ചെടുക്കും. അല്ല, നിങ്ങൾക്ക് ഡ്രംസ് ഉണ്ടോ? ഡ്രം സെറ്റ് ഉണ്ടോ വീട്ടിൽ? അതോ വാങ്ങിയിട്ടില്ല? ഇല്ല, ഇതുവരെ ഇല്ല. എന്താണ് വാങ്ങാത്തത്? സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡ്രംസ് കിട്ടണമെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ വന്ന് വരുമ്പോൾ ദിസ് ഈസ് എ വെറൈറ്റി തിങ്. കാരണം കൂടുതൽ ആരും ചെയ്യാറില്ല. ഇതില് ഒരു മാക്സിമം പൊട്ടൻഷ്യൽ ഇട്ട് നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാംസിലോട്ട് എത്തിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഡ്രംസിന്റെ ആവശ്യമില്ല, നിങ്ങൾ ഇതിൽ തന്നെ ഏറ്റവും മാരക സാധനം തന്നു കഴിഞ്ഞു. താങ്ക് യു. മലയാള സിനിമയിലൊരു സ്റ്റാർ ഉണ്ട്, പേര് പറയണില്ല. പുള്ളി നമ്മൾ രാത്രി 9 മണിക്ക് ശേഷം ഇതേപോലെ ബക്കറ്റൊക്കെ എടുത്തിരുന്ന് പാട്ട് പാടാറുണ്ട്. പേര് ഞാൻ പറയില്ല. എനിക്കൊരു അജയൻ അറിയാം, മനസ്സിലായെന്ന് തോന്നുന്നു. ക്ലൂ തരുമോ? ഞങ്ങള് ഈ പറയുന്ന പോലെ കാശ്മീരില് ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു. കുരുക്ഷേത്ര പേരിന് അവിടുത്തെ ഏതാണ്ട് ഒരു 19ഓളം ബക്കറ്റ് നമ്മള് 45 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു 50 ബക്കറ്റ് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വൈബാണ്. അടുത്തൊന്നും വേറെ വീടുകളൊന്നുമില്ല. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കാര്യം ബിജു ചേട്ടനോട് പറയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ആ കാര്യം ഒന്നും കൂടെ പറയാൻ വേണ്ടി നമുക്ക് ബിജു ചേട്ടന് വേണ്ടി ഒരു അടിപൊളി ഒരു ഐറ്റം കണ്ടാലോ? തകർപ്പൻ, നിങ്ങളുടെ മാസ്റ്റർ പീസ്.
സൂപ്പർ 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 1-1-1 പുള്ളി പവർ ഓൺ ആക്കി തന്നിരിക്കുകയാണ്. എനിക്കിനി ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും എന്നോട് ജോയിൻ ചെയ്തെങ്കിൽ വന്നോ, നമുക്ക് ഇവിടെ ആലമ്പാക്കി പൊളിക്കാം. ബിബിൻ ചേട്ടാ, ബിബിന്റെ പാട്ട് എന്തായാലും ഞാനും വരാം. എന്തായാലും പൂത്തലും ചിക്കാണ്. കമോൺ. നമുക്ക് എല്ലാവർക്കും ഓളത്തിന് ഒരു നല്ല നാടൻ പാട്ടൊക്കെ പാടി ഒരു കൊട്ടൊക്കെ കേട്ട് നല്ല കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ ചില്ല് ചെയ്ത് പോയാലോ? എന്ത് പറയുന്നു? നല്ലതായിരിക്കും അല്ലേ? നല്ലൊരു ആശയമല്ലേ? കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചൊരയിൽ നീരാട് നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചൊരയിൽ നീരാട് എരിവെറ്റിയ വറ്റമുളകോ പെണ്ണിനിൻ മനസ്സ് ജടകെട്ടിയ കാർമൂടിക്കന്തീർ മുല്ലപ്പൂമലരെ കലിതുള്ളിയ കാളിതങ്കാതിൽ പൊന്നും പൊന്നിലമ്പ് കളികെട്ടിയ ബാണന്റെ പാട്ടിൽ അമ്മേ നീയടങ്ങ് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് കൊടുതാരികച്ചൊരയിൽ നീരാട് നീരാട് നീരാട്. വാങ്കുയില പൂങ്കുയില തേടി വന്ന് കേള് നുണമാലയിട തേടി വരൂ നാളിലല്ല നാള്. വാങ്കുയില പൂങ്കുയില തേടി വന്ന് കേള് നുണമാലയിട തേടി വരൂ നാളിലല്ല നാള്. മുത്ത് മുത്ത് കണ്ണാല நான் சுத்தி வந்த பின்னால முத்து முத்து கண்ணால நான் சுத்தி வந்த பின்னால வாங்குகிற பூங்குயில தேடி பொண்ணு கேளு நம்ம மாலையிட தேடி வரும் நாலு நல்ல நாளு. എനിക്കും എന്റെ പിള്ളേർക്ക് പേയ്മെന്റ് ഞാൻ പോട്ടെ. ഇവിടെ ഒരാള് രണ്ടുപേരും ശ്വാസം മുട്ടി ചത്തേനെ. അത്രയ്ക്കും എന്റെ അമ്മ പക്ഷെ ഭയങ്കര ഓളമായിരുന്നു. ഇല്ല മക്കളെ, ഞങ്ങൾ ഉള്ളതുകൊണ്ട് തലക്കാണെന്നേ ഉള്ളൂ. സന്തോഷമായി. അമൃത ചാനൽ സൂപ്പർ സ്റ്റാർ തുടങ്ങാൻ പോകുന്നു. നമുക്കതിൽ ഗഡ്ജായിട്ട് പോയല്ലോ. അല്ല അങ്ങനെ അതിന് പ്ലാൻ ഉണ്ടായിരുന്നു. അല്ല എന്റെ അറിവില് പെർഫോമൻസ് കണ്ടോടെ വേണ്ടാന്ന് വെച്ച്. അല്ല വേറൊരു കാര്യം കേട്ടാ, എന്റെ അറിവില് മലയാളത്തിലെ ആദ്യത്തെ സിംഗർ റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ അമൃതയിലാണ്. സത്യല്ലേ? പാട്ടില് പക്ഷെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ആലോചിക്ക്, പാട്ടുണ്ട്, തമാശയുണ്ട്, ഞാനുണ്ട്. വനാന്തരം പോലെയാ. വന്യജീവികൾ മുഴുവനുണ്ട്. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കിടിലം പെർഫോമൻസ് ആയിരുന്നു ഇവിടെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തിരിച്ച് ഞങ്ങളുടെ സൈഡിൽ നിന്നൊരു സ്നേഹ സമ്മാനം നമ്മുടെ ദി ടാപ്പ് ബെഞ്ചേഴ്സിന് ലണ്ടൻ ക്ലാസിക് നൽകുന്ന സമ്മാനം. ഒന്നിച്ചു കൊടുക്കാം. ഇതിപ്പോ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മറ്റേ iOS-ലും ആൻഡ്രോയിഡിലും പറ്റുമോ? ടച്ച് ഫോണിൽ പറ്റും. ടച്ച് ഫോണിൽ പറ്റുമെന്ന് മനസ്സിലായി. എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കാം, ഒരു സംശയം വേണത്. മനസ്സിലായി. നല്ലൊരു ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് ഡീൽ. പറഞ്ഞോളൂ. എന്റെ പേര് ജ്ഞാനരാജ് പ്ലാച്ചിമട. ചേട്ടാന്ന് വിളിക്കാതായിരിക്കും നല്ലത്. എന്തുമടയാ? പ്ലാച്ചിമട. 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 സാറിന്റെ മുഖത്ത് ഒരു വിഷാദം പോലെ. എന്റെയോ? ആ പക്രു സാറിന്റെ. അയ്യോ എന്ത് വിഷാദം? ഒന്നുമില്ലല്ലോ. ഭയങ്കര ഹാപ്പിയായിട്ട് പ്രസന്ന വദനായിട്ട്. അല്ല അത് മുഖത്തേ ഉള്ളൂ, ഉള്ളിലൊരു വിഷമം കിടപ്പുണ്ട്, ഒരു വിഷാദമുണ്ട് സാറേ. എനിക്ക് കാണുമ്പോ അറിയാൻ പറ്റും. ആണോ? പിന്നെ എന്താ വെച്ചാല് ഞാനൊരു കുസൃതി ചോദ്യം ഞാൻ ചോദിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അല്ലെ കുടുംബ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പറയാമോ? പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ഇതാവുന്നത് പിന്നെ പാറ്റ. ഞാൻ പറയുന്നു ഫോണിനെയാണ് പേടിക്കേണ്ടത്. ഫോണിനെയാണ് പേടിക്കേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ സെലിബ്രിറ്റികളാണ്.
നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് കിട്ടും. നിങ്ങളെ വിളിച്ച് ആരെങ്കിലും വിളിച്ചപ്പോ സാറ് വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പെണ്ണ് വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. സാറ് എന്തായിരിക്കും സാർ അതിന് പ്രതികരിക്കുന്നത്? ഞാൻ സംസാരിക്കും. പക്ഷെ ആ പെണ്ണ് വേറെ രീതിയിലാണ് സംസാരിക്കുന്നെങ്കിൽ സാർ ആകും പ്ലാനായി പോകും. ആ ഒരു വിഷാദം സാറിന്റെ മുഖത്ത് ഇപ്പൊ കിടക്കുന്നത്. ഞാൻ അവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ കോള് വന്നാൽ ഞാൻ സ്പീക്കറിലിടും, വൈഫോട് കേട്ടോട്ടെ എന്ന് വെച്ചിട്ട്. എന്റെ പൊന്നെ, എന്നിട്ട് അവള് പോയി കഴിയുമ്പോ ഞാൻ തിരിച്ചു വിളിക്കും. ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ താഴത്തെ ഫ്ലോറിൽ നിന്ന് ഞാൻ കണ്ടായിരുന്നു. സാറിന്റെ കൂടെ ഒരു സഹായി ഉണ്ടായിരുന്നു. അവനോട് ഇങ്ങനെ കാലെ തട്ടി മാറ്റിയിട്ട് ഫോണും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ വെക്കുന്നു. ഞാൻ കണ്ടതാ. സാറിന്റെ ഫോണിന്റെ അകത്ത് വെള്ളം പോയിട്ട് അതിങ്ങനെ വലിച്ചെടുത്തൊന്നും അല്ലല്ലോ. അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഞാൻ. അങ്ങനൊന്നും ചെയ്യാറില്ല. പുള്ളി മിമിക്രി ഒക്കെ ചെയ്യുമ്പോ ബലൂൺ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താനാണ് എനിക്ക് അങ്ങനെ തോന്നണേ അല്ലേ ചേട്ടാ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഊരാൻ വേണ്ടി ആപ്പൂരി ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഞാനിവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ആപ്പൂരി ആപ്പ് അത് നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ അയച്ചു തരും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ആപ്പിൽ പെട്ട് കഴിഞ്ഞാൽ അത് ഊരിയെടുക്കാനുള്ള പേരാണ് ആപ്പൂരി ആപ്പ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമായിരുന്നു തായ്ലൻഡിൽ പോകണമെന്നുള്ളത്. അപ്പൊ എന്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അവളോട് ഞാൻ പറഞ്ഞു, തിരുവനന്തപുരം വരെ ഫ്ലൈറ്റിൽ പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ നോണം പറഞ്ഞു കൂട്ടുകാരൊക്കെ തായ്ലൻഡിൽ പോയി. അവിടെ പോയി തിരിഞ്ഞ് പട്ടായിയൊക്കെ ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ എനിക്കറിയാം ഇവള് വീട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേന് എന്റെ പാസ്പോർട്ട് നോക്കും. പാസ്പോർട്ട് തായ്ലൻഡിന്റെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്, എന്നെ പിടിക്കുമെന്നറിയാം. ഞാൻ കൊച്ചിയില് എംബസി വന്ന് ഇറങ്ങിയ പാടെ തന്നെ ആ പേജ് പാസ്പോർട്ട് വലിച്ചു കയറി ഞാൻ കാണും. എന്നിട്ട് എമിഗ്രേഷൻ ചെന്ന് പാസ്പോർട്ട് കാണിച്ചു. അദ്ദേഹം ചോദിച്ചു എവിടെ പോയിട്ട് വരുന്നു? ഞാൻ പറഞ്ഞു തായ്ലൻഡാ. ഇത് കാണുന്നില്ല പേജ് എന്ത്? ഞാൻ പറഞ്ഞത് ചവിട്ടുകൊട്ടയിൽ ഇട്ടിട്ട് വന്നത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. അതുപോലെ നമ്മൾ ഭാര്യയെ പേടിച്ച് കഴിയേണ്ട കാര്യമില്ല ഈ ആപ്പ് വന്നു കഴിഞ്ഞാൽ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ഭയങ്കര പാടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ. സാറിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് സാർ ഇങ്ങനെ ഒരു ചോദ്യം അല്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആ മുഖം കാണുമ്പോ അറിയാം സാറേ. എന്നാ ഞാൻ ഒറ്റ കാര്യം പറയാം. ഈ മണിക്കുട്ടൻ സാറിന് ഇതിന് അഡിക്റ്റാണ്. അദ്ദേഹം കല്യാണം പോലും കഴിച്ചിട്ടില്ല. മിണ്ടാ പൂച്ച കല ഉടയ്ക്കും. അതുകൊണ്ട് അങ്ങനെ കല ഉടയ്ക്കുന്ന പൂച്ചയല്ല ഞാൻ. അല്ലേ, എനിക്ക് ആവശ്യമുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ. മീൻസ് സുഹൃത്തുക്കൾ. പുള്ളിക്കാരന് ഞാൻ പറയട്ടെ, പുള്ളിക്കാരന് സീക്രട്ട് ആവശ്യമില്ല. കാരണം പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല, ഇഷ്ടംപോലെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഇത് കടുത്ത ആരോപണമാണ്, പ്രത്യേകിച്ച് ഒരു അവിവാഹിതന്റെ മുഖത്ത് നോക്കി. പിന്നെ എന്റെ ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ തരാം. അതെന്താ ജസ്റ്റ് ഒന്ന് വരും. അല്ല, എനിക്ക് മണിക്കുട്ടൻ ചേട്ടന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. കാരണം എന്നാന്നറിയോ, പുള്ളിക്കാരന് പിന്നെ ഗേൾ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, വൈഫ് ഇല്ല, വീട്ടില് വേറെ സീക്രട്ട് ആയിട്ട്. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ. ഇതുപോലെ തുറന്നിരിക്കും. അങ്ങനെ തുറക്കല്ലേ. ലോക്ക് ഒന്ന് അടിക്കാവോ? ഫേസ് ആണോ? ശരിക്കും അല്ല, ഇതില് ഇല്ല. ഇത് ഭയങ്കര അല്ല, ഇത് ഡബിൾ ഇതുണ്ട്. ഞാൻ പറയാം, പാസ്വേഡ് പറയാം. 1235 അടിച്ചു പോയി. ആരും ഇടാത്തൊരു നമ്പർ ആയിരിക്കും. ഇല്ല, ഇത് ഭയങ്കര കള്ളൻ. അദ്ദേഹത്തിന്റെ മുഖം കാണുന്നില്ല. കൈയുടെ ആയിരിക്കും. അത് തന്നെ. ഒരു കാര്യം ചെയ്യും സാർ, സാറിന്റെ ഷൂ ഒന്ന് വരാം. ഷൂ എന്തിനാ? സോക്സ് പൊത്തതായിരിക്കും, അതായിരിക്കും. കാരണം ഇവർക്ക് എന്നും വെറൈറ്റി വേണമല്ലോ. ആ കാലിങ്ങനെ ഇത് ഇത്തിരി മുമ്പ് വീഡിയോ കോൾ ചെയ്തു. തങ്കമ്മേ സുഖമാണോ? എപ്പ വരും? തങ്കൻ എന്ന് പറഞ്ഞ കൂട്ടുകാരന്റെ അമ്മയാണ് എന്റെ പൊന്നു പുണ്യാളച്ചാ, സമ്മതിച്ചു കേട്ടോ. ഒന്നും പേടിക്കണ്ട. എന്റെ ആപ്പ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആള് നിങ്ങളെ ഇതിപ്പോ ലോകം മൊത്തം അറിഞ്ഞു കാലയില്ലാതെ സംഭവം മനസ്സിലായി. ഇനി എന്റെ ആപ്പ് ഞാൻ പരിചയപ്പെടുത്താം. ഇത് പിടി. ഇത് നിങ്ങളേക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് സെറ്റ് വരത്തുള്ളൂ. ഇത് ഈ ആപ്പൂരി ആപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ ഒരു പ്രത്യേക കോഡാണ്. ആദ്യമേ തന്നെ ഒരു ശബ്ദം പ്രകടിപ്പിക്കണം. ആ ശബ്ദവും പിന്നെ നമ്മുടെ ഫേസും വരണം. ശബ്ദം ഇതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഒന്ന് കാണിക്കണം. ഈ സാധനം ഇത് ചെയ്തു. അന്നേരം ഞാൻ ഇത് അങ്ങോട്ട് ഷെയർ ചെയ്യും. ഇത് ഞാൻ എന്റെ മൊബൈലിൽ നോക്കി ചെയ്യണം. അതെ, അല്ല എന്റെ മൊബൈലില് ഇത് ഞാൻ എന്നിട്ട് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുക. ചെയ്തു. മറ്റേ മുഖം കാണിക്കാവോ? ഏത് മുഖം? ഇങ്ങനെ. എലീന ചെയ്യിപ്പിക്കണം.
എലീനെ പണ്ട് വീട്ടിൽ കോഴികളുണ്ട് ആ കോഴിയൊക്കെ പോയി എലി നമ്മള് ചെയ്യും. എനിക്ക് പറ്റത്തില്ല പറ്റും ഇങ്ങനത്തെ ഒരുപാട് കേസുകളുള്ള അതൊക്കെ തരണം ചെയ്യണേ മതി. മറ്റേ മുഖം കൂടെ കാണിച്ചേ. ഇത് ഏതാണ്ട് ഒത്തിട്ടുണ്ട്. എന്തായാലും ഞാനിത് അങ്ങോട്ടേക്ക് അയച്ചു. എനിക്കോ? എന്റെ ഫോണ് ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നാ മതി. രക്ഷപ്പെടണേ മതി. കല്യാണം കഴിഞ്ഞല്ലേ? അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഡിവോഴ്സിന്റെ വാക്കല്ല. പക്ഷെ എന്റെ ഫോൺ റൂത്തിന്റെ കയ്യിലാ. അറിയില്ല, റൂത്തിന്റെ കയ്യിലാ എന്റെ ഫോൺ. എനിക്ക് ഫോൺ പോലും ഇല്ല. അതിന് എനിക്ക് എന്ത് സീക്രസി? ഇപ്പൊ രോഹിത് ഇപ്പൊ അവിടെ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞാല് എത്ര 500 വന്നു നോക്കിയതേ. ബിപിൻ ജോർജിന്റെ ഗൂഗിൾ പേ വന്നല്ലോ 500 രൂപ. ഇപ്പൊ അയക്കില്ല, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും ഞാൻ വന്ന ഒരു ഉപകാരമായില്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ കുസൃതികളൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബജീവിതം ഏറ്റവും വിലപ്പെട്ടത്. അതുകൊണ്ട് എല്ലാവരും എന്റെ ആപ്പ് മേടിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം സക്സസ് ആയിരിക്കും. ഒരിക്കലും ഈ ആപ്പ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഒന്നും കൂടെ ചേട്ടൻ ഒരുമിച്ച് 3 പേരും കൂടി സൗണ്ട് വേണ്ട. അതില് മണിക്കൂട്ടൻ ബ്രോ കേട്ടോ എടുക്കാൻ. അങ്ങനെ ഭാഗ്യവാനായി എന്റെ കല്യാണം കുടുംബങ്ങൾ ഇനി രക്ഷപ്പെടട്ടെ. താങ്ക് യു ചേട്ടാ. നല്ലൊരു ആപ്പ് പരിചയപ്പെട്ടതിന് നിങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഒരു